ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കുറച്ച് ചിഹ്നങ്ങളായിരുന്നു പഠിച്ചതല്ലേ? എല്ലാ മക്കൾക്കും ഡൗട്ട് ഉണ്ടോ അക്കാര്യത്തിൽ? അതില് കുറച്ചധികം പറയുമ്പോ ഡൗട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ആ ചിഹ്നം, ഈ ചിഹ്നം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ഇല്ലേ മക്കൾക്ക്? എന്താ ആയിഷക്കുട്ടി, കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? ചിഹ്നങ്ങളായിരുന്നു കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ ഏതാ നമ്മൾ പറഞ്ഞത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 13 ആണ് അല്ലേ? 13. ഓക്കെ, എല്ലാവരും എടുത്തേ നോക്കാം നമുക്കല്ലേ. അപ്പൊ മിസ്സിന്റെയിലും നിങ്ങളുടെയിലും കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ വേർഡ്സുകൾ തമ്മിൽ? കുഴപ്പമില്ല അല്ലെ? ആ ചിഹ്നങ്ങൾ വരുന്നതായിരിക്കാം ആ ഒരു പേജിൽ വരുന്നത് അല്ലേ? അപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ കുറച്ച് വേർഡ്സുകൾ അവരെ പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ മാല അല്ലേ? മാലയാണ്. നെക്സ്റ്റ് എന്താ? സെക്കൻഡ് പിക്ചർ എന്താണ് അവിടെ വായിക്കുന്നത്? എന്താണത്? ചിരി. വെരി ഗുഡ്, ചിരി അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തതോ? പീലി. അപ്പൊ അവിടെ ആ 3 വേർഡ്സ് നമ്മൾ പഠിച്ചതില് 3 ചിഹ്നങ്ങളാണ് പറഞ്ഞത് മിസ്. ഏതൊക്കെ? ആ, ഈ, അല്ലേ? ഇങ്ങനെ 3 ചിഹ്നങ്ങളാണ് അവിടെ പറഞ്ഞത്. ഏതൊക്കെ ചിഹ്നങ്ങളായിരുന്നു അത്? ആ എന്ന് എഴുതാൻ ഒരു ദീർഘം അല്ലേ? ഏതാണ്? നമുക്ക് നോക്കാം അല്ലേ? അപ്പോ വരാൻ ഓൾ ഓഫ് യു ലിസൺ. ആന്ന് എഴുതാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു ചിഹ്നമാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്ത്, ഇങ്ങോട്ട് എടുത്തു. ഇതാണ് ആ അല്ലേ? അപ്പൊ ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈ ഒരു ചിഹ്നം കണ്ട എന്താ വായിക്കുക? ഇപ്പൊ മായാണെങ്കിൽ മാ, വായാണെങ്കിൽ വാ, ലായാണെങ്കിൽ ലാ, നെക്സ്റ്റ് തായാണെങ്കിൽ താ അല്ലെ? ഏതാ അക്ഷരം നമ്മൾ പഠിച്ച അക്ഷരം വെച്ച് അതിന്റെ കൂടെ ഈ ഒരു ദീർഘം ആ എന്ന ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉച്ചാരണം വരും? ആ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് മാക്ക് ആ ചിഹ്നിട്ട സമയത്ത് എന്തായി? മാക്ക് ആ ചിഹ്നിട്ട എന്താവും? മാ എന്നിട്ട് ഈ ആ ചിഹ്നിട്ടു എന്താ വായിക്കുക? ആ ചിഹ്നിട്ട മാ എന്ന് വായിക്കും. നെക്സ്റ്റ് ഇപ്പൊ വായാണെങ്കിലോ? ചിഹ്നങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ വരുവേ. വാക്ക് ആ ചിഹ്നിട്ട വാ. നെക്സ്റ്റ് എക്സാമ്പിൾ മിസ് ആയാണ് എഴുതുന്നെങ്കിലോ? എന്ത് വായിക്കും? ഓക്കെ, രായാണെങ്കിൽ രാ വായിക്കും. അപ്പോ നെക്സ്റ്റ് മിസ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തായാണ് പറയുന്നതെങ്കിൽ താക്ക് ആ ചിഹ്നിട്ട എന്ത് വായിക്കും? മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ ഏത് അക്ഷരാണ് വരുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ ഉച്ചാരണം വരുക. ആ എന്ന് ഉച്ചാരണം വരും. ഓക്കെ, ക്ലിയർ ആണോ അത്? അല്ലേ? എല്ലാ മക്കൾക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ചിഹ്നം. അപ്പോ മാ എഴുതി നെക്സ്റ്റ് ഇവിടെ ഒരു ലാ കൊണ്ട് വെച്ച് കഴിഞ്ഞാ എന്ത് വായിക്കും? അല്ലേ? നമ്മളത് ബൈഹാർട്ട് പഠിച്ചു വെക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം നമ്മള്? മാ അതിന് ആ ചിഹ്നമുണ്ട്, നെക്സ്റ്റ് ലായാണ് മാല. കൂട്ടി വായിക്കുമ്പോ എന്തായി? മാല. ഓക്കെ, അപ്പൊ അതാണ് മിസ് പറഞ്ഞത്. അപ്പൊ ആ എന്ന ചിഹ്നാണ് നമ്മൾ അവിടെ
പഠിച്ചത് അല്ലേ? ആ എന്ന ചിഹ്നം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് ഈ എന്ന, ഇതിപ്പോ എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, ഒന്ന് തമ്പ് കാണിച്ചേ. യെസ്. ഓ, അപ്പോ നെക്സ്റ്റ് നമ്മൾ ഈ എന്ന ചിഹ്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ? അത് വെച്ചിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞത്. അതില് നമുക്ക് നോക്കാം. അപ്പോ അടുത്ത് നമുക്ക് അവിടെ പിക്ചറുള്ള ചിരിയാണ്. അപ്പൊ ചാക്ക് ഏത് ചിഹ്നമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ട്. ഓ, അപ്പൊ ചാ എഴുതി, അല്ല ചാ ഏതാ ചിഹ്നം ഞാൻ ആദ്യം എഴുതി കാണിച്ചുതരാം. ഇതാണ് ഈ എന്ന ചിഹ്നം അല്ലെ? അപ്പൊ ചീന് വരണ ചി പ്ലസ് ഇ ആണ് ചി. അത് നിങ്ങൾ ഇപ്പൊ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് അത് പഠിക്കണ്ട മക്കള്. ഇതാ ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ അക്ഷരവും വായിച്ച് അതിന്റെ കൂടെ ഈ ചിഹ്നം. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മിസ് ഇവിടെ ഈ ചിഹ്നത്തിൽ തൊട്ട് മുന്നേ ചായാണ് എഴുതുന്നത്. എന്ത് വായിക്കും? എന്താ വായിക്കും ആയിഷാമാന? ചി. ചീ അല്ല ചി അല്ലേ? ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇപ്പൊ മിസ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വായാണ് എഴുതുന്നെങ്കിൽ വായാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ഇപ്പൊ വായാണെങ്കിൽ എന്തായി? ഇതെന്ത് വായിക്കും? അടുത്ത ആള് പറയാ. മിസ് അടുത്ത ആളോട് ചോദിക്കാ. വൈഗ ബി അല്ലേ? നെക്സ്റ്റ് വൺ മിസ് അടുത്ത ആളോട് ചോദിക്കാ. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ മായാണ് മിസ് എഴുതിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ചിഹ്നം. എന്താ ആദിശ്രീ വായിക്കുക? മീ അല്ലേ? മീ. ഓക്കെ, മീ എന്നാണ് അല്ലേ? അപ്പൊ മീ പ്ലസ് ഇ ആണ്. അത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകണ്ട, അതുകൊണ്ടാണ് മിസ് അത് പറയാത്തത്. അപ്പൊ ഷാസിലെ മോനെ അടുത്ത് ഒന്ന് ശ്രദ്ധിക്കണേ. ഷാസിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ഇപ്പൊ മിസ് എക്സാമ്പിൾ ആയിട്ട് ഇതാ ഇവിടെ രായാണ് എഴുതിയത്. ഈ ഒരു ചിഹ്നം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷാസിലെ വായിക്കുക? റീഡോ? നോട്ട് റീ, രി അല്ലെ? ഈ ചുരുക്ക് ചിഹ്നം ഇല്ലല്ലോ അവിടെ. അപ്പൊ രി അല്ലെ? എക്സാമ്പിൾ ആയിട്ട് വരുമ്പോ ഇത് രി ആണ് വായിക്കുക. നെക്സ്റ്റ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തായാണെങ്കിൽ എന്ത് വരും? അഭിനവേ നിങ്ങൾ ആരും തീന്ന് വായിക്കരുത്. ഞാൻ തീന്ന് എഴുതിയിട്ടില്ല കേട്ടോ. തീ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വേറെ ഏതാ? യാ അല്ലേ? ഇതേതാ ആദ്യ കുട്ടി വായിക്കുക? ഓക്കെ, ഇ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഈ എന്ന ചിഹ്നം എങ്ങനെയാ യൂസ് ചെയ്യുവാന്ന് മനസ്സിലായോ? അപ്പൊ ഇതാ ഈ ചീയും ഈ രായും ഈ ഇതും കൂടെ കൂട്ടി എന്ത് വായിക്കും? ഇവിടെ വേറെ തന്നെ എഴുതാ. ഓക്കെ, എന്താ വായിക്കുക ഫാത്തിമ ജാബിർ? ഇപ്പൊ മിസ് എഴുതിയത് ചിരി. വെരി ഗുഡ്. അപ്പൊ ചാക്കും ഈ ചിഹ്നൂട്ടിട്ടുണ്ട്, രാക്കും ഈ ചിഹ്നൂട്ടിട്ടുണ്ട്. ചിരി എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പൊ ഈ എന്ന ചിഹ്നം ക്ലിയർ ആയോ മക്കൾക്ക്? യെസ് ഓർ നോ? ക്ലിയർ ആയവരൊന്ന് കൈ കാണിച്ചേ. യെസ്. നെക്സ്റ്റ് സിയ ഫാത്തിമ. നെക്സ്റ്റ് ആയിഷാമനൊക്കെ മനസ്സിലായില്ലേ? ഇവിടെ അൻവിതൊക്കെ മനസ്സിലായി, സിയ ഫാത്തിമക്ക് മനസ്സിലായി, ആയിഷാമനൊക്കെ മനസ്സിലായി. ഏതൻ ജെ മാത്യു ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്
ഇനി അടുത്ത് ഏതാണ് നമ്മൾ ചിഹ്നം പഠിച്ചത്? ഇപ്പൊ രണ്ടെണ്ണാണ് നമ്മൾ പഠിച്ചത്, ആ എന്ന ചിഹ്നവും ഈ എന്ന ചിഹ്നം. നെക്സ്റ്റ് ഏതാ? ഈ എന്ന ചിഹ്നം. മൂന്നാമത്തെ ചിഹ്നം ഏതാ? പീലീന്ന് എഴുതിയ ഈ എന്ന ചിഹ്നമാണ്. ഇതെങ്ങനെയാണ് എഴുതുക? ഇതാ ഈ എന്ന ചിഹ്നം. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പി പാ എഴുതി, എന്നിട്ട് ഈ ചിഹ്നോട്ട് ഏതാ? ഒന്നും കൂടി എഴുതാ. ഓക്കെ, എന്താ വായിക്കുക ഇത് സിയ ഫാത്തിമ? വെരി ഗുഡ്. നെക്സ്റ്റ് എന്താ വായിക്കുക അൻവിത? ഇവിടെ ഉള്ളത് ഇപ്പൊ മിസ് എഴുതിയത് എന്താ വായിക്കുക? മീ. വെരി ഗുഡ്. നെക്സ്റ്റ് ഓക്കെ, അടുത്ത ആൾ ആരാന്ന് നോക്കട്ടെ. റിയാൻ, ഇതെന്താ വായിക്കോ മോനെ? റിയാൻ എന്താ വായിക്കുക? കേൾക്കുന്നില്ല? വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് തായിട്ടു. ആരാ വായിക്കോ? ഏബൽസിൻഡോ. എന്താ ഏബൽസിൻഡോ അത് വായിക്കുക? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത എന്താണ്? ഫാത്തിമ മെഹറിൻ എന്താ വായിക്കും? അത് ഇപ്പൊ മിസ് എഴുതിയത് ഓക്കെ. നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഇഷാനി ഇപ്പൊ മിസ് എഴുതി എന്ത് വായിക്കും? ഇത് കൂട്ടിയിട്ട്. കീരി. വെരി ഗുഡ്, കീരി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അഹല്യ. ഇതെന്ത് വായിക്കും അഹല്യ? ഇപ്പൊ മിസ് എഴുതിയത് ചീര. വെരി ഗുഡ്, ചീര. ഇതെന്ത് വായിക്കും ഉമ്മറെ? ഉമർ ജാഫർ ഇതെന്താ വായിക്കുക? ഇപ്പൊ മിസ് എഴുതിയത് ഇത് കൂട്ടി വായിച്ചേ. അങ്ങനെയാണ് മക്കൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. വീതി, വീതി അല്ലേ? ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഇപ്പൊ 3 ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. ഷാസിലേ മോനെ 3 ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ ആ എന്ന ചിഹ്നം, നെക്സ്റ്റ് ഇ എന്ന ചിഹ്നം, തേർഡ് വൺ എന്താണ്? ഈ, അതായത് ചുരുക്കുവള്ളി അല്ലേ? ഓക്കെ, അപ്പൊ 3 ചിഹ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അതില് ഏതൊക്കെയാണ് ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ബോധ്യായോ? ഒന്ന് സ്ലൈഡിൽ എഴുതി കാണിച്ചേ. ഇപ്പം പഠിച്ച 3 ചിഹ്നങ്ങൾ മാത്രം ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചിട്ട് എഴുതിയേ. ആരാ ഫസ്റ്റ് എഴുതി നോക്കട്ടെ മിസ്? നൂഹ എഴുതിയോ? നൂഹ ആ ഈ കുറച്ച് കാണുന്നില്ലല്ലോടാ നൂഹ കുട്ടി. ഐവിൻ എവിടെയുണ്ടോ? അഭിനവ് ഉണ്ട്, ലുബാബ് ഉണ്ട്. ഇതാ ഇഷാനി ഷാനു എഴുതി, മുഹമ്മദ് ഷാസിൽ എഴുതി. ആദിഷേ എഴുതിയോ മോനെ? ആദിഷ് ഓക്കെ എഴുതിയോ? ആദിഷ്
3 ചിഹ്നങ്ങള്. ആ ഈ ആ ചിഹ്നങ്ങൾ മാത്രം ഒന്ന് എഴുതി കാണിച്ചേ. ഏതൊക്കെയാണ്? ഇത് എയ്തൻ തോമസ് എഴുതിയിട്ടുണ്ട്. ഡെൽവിൻ ബിജു, സിയ ഫാത്തിമ എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൈഗാക്ക് എഴുതി, ഫാത്തിമ ജാബിർ എഴുതി, മുഹമ്മദ് ഷാസിൽ എഴുതി, മുഹമ്മദ് ഷഹൽ എഴുതി. നെക്സ്റ്റ് റിയാൻ എഴുതിയോ? ആയിഷാമാന, ഏതൻ ജെ മാത്യു, ആദ്യ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ആദിശ്രീ, വെരി ഗുഡ്. അൻവിത, ഓക്കെ, വെരി ഗുഡ് അൻവിത. അൻവിത അതിന്റെ എന്താണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. അഭിനവേ, ലുബാബ, കെ മുഹമ്മദ് റഫാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐവിൻ ജോസഫ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അഹല്യ എഴുതി, വിദ്യുദ്റാം എഴുതി, ഫാത്തിമ മെഹറിന് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ 3 ചിഹ്നങ്ങളാണ്. അപ്പൊ മിസ് ഇനി ഓരോന്നോട് ചോദിക്കുവേ, എഴുതുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ നോക്കട്ടെ. ദാ ഇവിടെ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്ന ആള് വായിക്കണമെന്നത്. ഓക്കെ. എന്താ നൂഹ? ഇതെന്താ ഇപ്പൊ മിസ് എഴുതിയത്? ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ നൂഹക്കുട്ടി. കൂട്ടി വായിച്ചേ. എന്ത് വായിക്കും? വെരി ഗുഡ്. പാവ അല്ലെ? പാവ എന്നാണ് ഇത് വായിക്കുക. നെക്സ്റ്റ് അടുത്ത മിസ് എഴുതുന്നുണ്ട്. എന്താണ് വിദ്യുദ്രാമേ? വിദ്യുദ്രാം എന്താ എഴുതിയത് ഇപ്പൊ മിസ്? ഒന്ന് കൂട്ടി വായിച്ചേ പ്ലീസ്. അൺമ്യൂട്ട്. എന്ത് വായിക്കും? കൂട്ടി വായിച്ചേ. തിര അല്ലെ? തീയും രായും. തിര. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ലുബാബ. ലുബാബ, ലുബാബ ഇവിടെ ഇല്ലേ? ലുബാബ എന്താ ഇപ്പൊ മിസ് എഴുതിയോ? ഒന്ന് വായിച്ചേ. ലുബാബ പറയുന്നല്ലോ. ഐവിൻ ജോസഫ് ഒന്ന് വായിച്ചേ. ഇതെന്താ മോനെ? ഓക്കെ. ഐവിൻ അൺമ്യൂട്ട് ആയതായിരുന്നല്ലോ. ഐവിൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഹെയിൽജോ പ്ലീസ് അൺമ്യൂട്ട്. ഹെയിൽജോ ഒന്ന് വായിച്ചേ. ഇതെന്താ മോനെ? വെരി ഗുഡ്. വീതി. വെരി ഗുഡ്. നെക്സ്റ്റ് ഓക്കെ. ദക്ഷേഷ് ഇതെന്താ വായിക്കോ മോനെ? ദക്ഷേഷേ ഇപ്പൊ എഴുതി എന്താ വായിക്കുക? വെരി ഗുഡ്. പാത. ഓക്കെ. നെക്സ്റ്റ് ഇതെന്താ അതിശയ വായിക്കുക? മിസ് ഇപ്പൊ എഴുതി എന്ത് വായിക്കുക അതിശയ?
നിര. വെരി ഗുഡ്. നിര. ഓക്കെ. അബ്ദുൽ ബാസിത്തെ എന്ത് വായിക്കൂ അബ്ദുൽ ബാസിത്തെ? ഇത് എഴുതിയത് വെരി ഗുഡ്. ചീര. ഓക്കെ. അപ്പോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു അല്ലേ? ലുബാബ എവിടെയാ പോയത്? ലുബാബ നേരത്തെ ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതില് വായിക്കാം എഴുതാം എന്നുള്ളതില് ചിഹ്നങ്ങളായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആ എന്ന ചിഹ്നം, നെക്സ്റ്റ് ഈ അങ്ങനെ 3 ചിഹ്നങ്ങളാണ് പറഞ്ഞത്. അതിൽ കുറച്ച് വേർഡ്സ് നമ്മൾ വായിക്കാൻ പഠിച്ചു അല്ലേ? ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അതില്? ഉണ്ടോ മോനെ ഷാസിലെ? റിയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ആ എന്ന ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കൂട്ടി വായിക്കുക അല്ലെ? അത് ഉച്ചാരണം ഏതാ അക്ഷരം വെച്ചാ അതിന്റെ കൂടെ ആ എന്ന ഉച്ചാരണത്തിൽ അത് വായിക്കുക. ഓക്കെ ബസിൻഡോ? വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെ? മാല, ചിരി, ആ എന്ന ചിഹ്നം. പാവയുണ്ട്, പാതയുണ്ട്, തിര, നിര, ചീര, വീതി. മിസ്സിന്റെ ഉള്ളതായിരിക്കും നിങ്ങളെല്ലാം വേർഡ്സ് അല്ലേ? അപ്പൊ ആരോ ഒന്ന് വായിച്ചേ ആ ഭാഗം എന്തൊക്കെയുണ്ട് നോക്കട്ടെ നിങ്ങളുടെ കയ്യിൽ അല്ലേ? ഫാത്തിമ മെഹൽ ഒന്ന് വായിച്ചേ. ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. പേജ് നമ്പർ 13 ആണോ നിങ്ങളുടേത്? ആ എന്ന ചിഹ്നമുള്ളത് വായിച്ചോ. മാല. ഇതോ ഉറക്ക വായിക്കേ. നെക്സ്റ്റ് കഴിഞ്ഞോ? പാവ, പാവ, ചീര, ചീര. ഓക്കെ. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു ഒന്ന് വായിച്ച് ഇറക്കിയത് ആ പേജ്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. മാല. മല, മാല. അടുത്തത് വര. വരി. വെരി ഗുഡ്. നിര. നിര. നീല. നീല. രണ്ടും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒന്ന് നില, മറ്റേത് നീല. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ വേർഡ്സേ മാറുവേ, വായിക്കുന്നതേ മാറും. ഇപ്പൊ നില, നീല, വര, വരി. വര എന്ന് എഴുതുമ്പോ രാക്ക് വള്ളിയില്ല, അത് മാത്രമേ അവിടെ ഡിഫറൻസ് ഉള്ളൂ അല്ലെ? പക്ഷെ ഇപ്പുറത്തും എന്തായി അത്? വരി. വര, വരി, നില, നീല, മല, മാല. ഉണ്ടോ ചിഹ്നങ്ങൾ വരുമ്പോ? ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. താഴെ എന്തായില്ല മക്കളെ? നിറകുടം, തുളുമ്പില്ല. നിറകുടം, തുളുമ്പില്ല. എന്താ അങ്ങനെ പറഞ്ഞ?
നിറകുടം തുളുമ്പില്ല പറഞ്ഞ എന്താ മക്കളെ? എന്താ അതിശ്രീ? നിറകുടം തുളുമ്പില്ല. എന്താ അങ്ങനെ പറഞ്ഞ? നിറഞ്ഞ കുടം ഒരിക്കലും തുളുമ്പൂല അല്ലേ? നല്ല അറിവുള്ളവരാരും ഇങ്ങനെ അറിയാന്ന് കളിക്കുന്നില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? നല്ല അറിഞ്ഞ് തുളുമ്പാതെ ഇരിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നിറകുടം തുളുമ്പില്ല എന്നാണ് അതിന്റെ ലാസ്റ്റ്. നെക്സ്റ്റ് വായിക്കാം പേജ്. അപ്പൊ ഈ പേജ് നിങ്ങൾ 13 അറിയില്ല മിസ്സിനെ. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം മക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ അക്ഷരദീപത്തിലുള്ള ഹോംവർക്ക് എഴുതണം. പിന്നെയോ ആ 2 ലൈൻ ബുക്കിലും അക്ഷരദീപത്തിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എഴുതണം. ഓക്കെ, എന്നാലേ ഇത് ഓർമ്മയിൽ നിൽക്കൂലോ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളതെന്ന് അറിയോ? അടുത്ത പേജ് ഒന്ന് എടുത്തേ മക്കള്. അടുത്ത പേജിൽ കണ്ടോ 2 ചിഹ്നങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഊ എന്ന ചിഹ്നവും ഊ എന്ന ചിഹ്നവും അല്ലേ? ശ്രദ്ധിച്ചോ നിങ്ങള്? എന്താ ഉള്ളത്? പുലി. ഫസ്റ്റ് വൺ പുലിയാണോ ഉള്ളത് അവിടെ? ദാ മിസ്സിന്റെ ബുക്കില് പുലി അല്ലേ? പാക്ക് ഊ ചിഹ്നമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? 3 ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. നെക്സ്റ്റ് 4ാമത്തെ ചിഹ്നമാണ് ഇപ്പൊ പറയുന്നത്. എന്ത്? ഊ എന്ന ചിഹ്നം അല്ലേ? എങ്ങനെയാണ് ഊ എന്ന ചിഹ്നം എഴുതുക? നമുക്ക് നോക്കണ്ടേ? അപ്പോ പുലിയും പൂവുമാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ ഏതാണ് ഈ 2 ഡിഫറൻസ് നോക്കാം നമുക്ക്. ചെറിയ ഡിഫറൻസേ വരുള്ളൂ അല്ലേ? അപ്പോ ഊ എന്ന ചിഹ്നാണ് ഇന്ന്. അതില് ഇതാണ് ഊ ചിഹ്നം. ഒന്ന് എഴുതി നോക്കിയേ മക്കൾക്കല്ലേ എഴുതാൻ പറ്റുന്നുണ്ടോന്ന്? ഊ എന്ന ചിഹ്നം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ടെക്സ്റ്റ് അടച്ചു വെക്കരുത്, അതിൽ നമുക്ക് എഴുതാനുണ്ട്. ആ ഡോട്ട് എഴുതണ്ടേ ഇത് തൊട്ട് മേലെ. ഊ, ഇതാണ് ഊ എന്ന ചിഹ്നം. നെക്സ്റ്റ് വൺ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഏതാണെന്നറിയോ? ഊ. ഒന്നുമില്ലാണ്ടോ ഊക്ക് ഒരു ചുറ്റും കൂടെ കൊടുത്തിന്. അപ്പൊ ഊവും ഊവും 2 ചിഹ്നങ്ങൾ അല്ലേ? അതില് ഇപ്പൊ ഊ എന്ന ചിഹ്നം എഴുതി നോക്കിയോ? കിട്ടുന്നുണ്ടോ? പാ എഴുതി ഈ ചിഹ്നം എഴുതിയ എന്താ വായിക്കോ മക്കളെ? ഓക്കെ, എന്താണ്? പാക്കൂ ചിഹ്നിട്ട് എന്താ വായിക്കുക? ആരോടെ ചോദിക്കാത്ത നോക്കട്ടെ. എന്താ ശകലേ വായിക്കുക? പാക്ക് പൂ. ഊ അല്ല, ഇത് ഊ അല്ലെ? ചുരുക്കിട്ട് കഴിഞ്ഞാലാണ് ഊ. അപ്പൊ ഇത് പൂ അല്ലെ? പാക്കൂ ചിഹ്നുട്ടാ. താക്കാണെങ്കിലോ? നെക്സ്റ്റ് മാക്കാണെങ്കിലോ? ഇതെന്താ ഇത്? മൂന്ന് പറയരുത്, മൂ അല്ലേ? മൂ. നെക്സ്റ്റ് തായാണെങ്കില് ഓക്കെ, ടു. രായാണെങ്കിൽ എന്താവും മക്കളെ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഇത് പാ ഊച്ചിന്നുട്ടു. എന്നിട്ട് ദാ ഇനി അടുത്തത് വായിക്കണേ മക്കള്. പാ എഴുതി, ഊച്ചിന്നുട്ടു, ലാ എഴുതി, വള്ളി. സോറി, ക്ലിയർ ആക്കട്ടെ. എന്താ സിയ കുട്ടി ഇത് വായിക്കുക? പുലി. വെരി ഗുഡ്, പുലി അല്ലേ? നോക്കി വായിക്കണേ അക്ഷരങ്ങള്. പുലി. നെക്സ്റ്റ് ഇതെന്താ വായിക്കുക? നോക്കട്ടെ, ആരോടാ ചോദിക്കാത്തല്ലേ നോക്കട്ടെ. ഏയ്തൻ തോമസ്. ഏയ്തൻ തോമസ്, ഇതെന്താ വായിക്കോ മോനെ?
ഏതൻ തോമസ് ഇതെന്താ വായിക്കുക? പുര. വെരി ഗുഡ്, പുര. നെക്സ്റ്റ് അടുത്തത് റഫാൻ. ഇതെന്ത് വായിക്കും മോനെ റഫാൻ? കാണുന്നുണ്ടോ? റഫാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. റഫാന് കേൾക്കുന്നില്ലേ? റഫാനെ അവിടുന്ന് കാണുന്നില്ലേ? മുകളിൽ എഴുതാ. ഓക്കെ, എന്താ വായിക്കുക? റഫാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താ കൈ ഇതാക്കുന്നുണ്ടല്ലോ. റഫാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് അടുത്ത ആളോട് ചോദിക്കട്ടെ. എന്താ ആയിഷ അമാന അത് വായിക്കുക? മുന. വെരി ഗുഡ്, മുന. ഓക്കെ, അപ്പോ ഊ എന്ന ചിഹ്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നെക്സ്റ്റ് ഊ ചിഹ്നാണ് അല്ലെ. എങ്ങനെയാ ഇത് എഴുതി ഇതിനിങ്ങനെ ഒരു ചുരുക്കിടുക. ഓക്കെ, നമ്മൾ ഈ എഴുതുമ്പോ അങ്ങനെയാണ്, ഒരു വള്ളി ഇട്ടു, അതിന് ചുരുക്ക് വള്ളി ഇട്ടു. അപ്പോ ഇതില് മിസ് ഒന്ന് എഴുതുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോക്കട്ടെ? ഐവിൻ ഇതെന്താ വായിക്കുക? ഐവിൻ ജോസഫേ, ഐവിൻ, ഐവിൻ ഇല്ലേ എവിടെ? ഓക്കെ, ലുബാബ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചേ. ലുബാബ. പൂവ്. ഓക്കെ, എന്താ ഉമറെ ഇത് വായിക്കുക? ഉമർ ഇതെന്താ വായിക്കുക? പൂരി. നമ്മള് കഴിക്കുന്ന സാധനം പൂരി അല്ലേ. എങ്ങനെയാ ഊച്ചിന്ന് കണ്ടോ നിങ്ങള്? നെക്സ്റ്റ് ഇത് ആദിശേ, അവിടെ ഉണ്ടോ ആദിശേ? ദക്ഷേഷ് ഒന്ന് വായിച്ചേ. ദക്ഷേഷ് ഇതെന്താ എഴുതിയത് മിസ് ഇവിടെ? നൂല്. ഓക്കെ, ഊ എന്ന ചിഹ്നം മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ നമ്മൾ ഇന്ന് ആ ഈ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു അല്ലെ. പിന്നെ ഇന്ന് നമ്മൾ ഏതാ പഠിച്ചത്? ഊ എന്ന ചിഹ്നം പഠിച്ചു. അല്ല, ഊ എന്ന ചിഹ്നവും പഠിച്ചു. അതാണ് നമ്മുടെ ഈ പേജിലുള്ളത്. എന്ത് എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു അല്ലെ? ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ പറയാ കേട്ടോ. ഓക്കെ, ഇതാ ഈ പേജിൽ നമ്മള് പുലി, പൂവ്, പുലി, പൂവ് അല്ലെ. ഊ എന്ന ചിഹ്നവും വായിച്ചിട്ടുണ്ട്. ഫാത്തിമ ജാബിറെ ഒന്ന് ആ പേജ് വായിച്ചേ മോളെ. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് താഴെയിൽ ഇത് വായിക്ക്. മുഴുവൻ വായിച്ചടാ. ഉഷാറിൽ 2 എണ്ണം വായിച്ചു. ബാക്കി എവിടെ? നുര. അക്ഷരം നോക്കി വായിച്ചേ. അക്ഷരം ചിഹ്നങ്ങളും കൂട്ടി വായിച്ചേ. ഓക്കെ.